1918 സമുദായം നേരിടുന്ന പ്രതിസന്ധികള്, അവഗണനകള്, സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ കത്തോലിക്ക കോൺഗ്രസ് സമാരംഭിക്കുന്നത്. 108 വർഷങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് പൂർത്തിയാക്കി. കത്തോലിക്ക കോൺഗ്രസ് ഒരു രാഷ്ട്രീയ ശക്തി എന്നതിനേക്കാൾ ഒരു സാമുദായിക സാന്നിധ്യമായിട്ടാണ് എന്നും പ്രവർത്തിച്ചിട്ടുള്ളത്. കത്തോലിക്ക കോൺഗ്രസിലൂടെ നമ്മുടെ സമുദായത്തെ നനയ്ക്കാനും നട്ടുനനച്ച് വളർത്താനും കഷ്ടപ്പെട്ട നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മയ്ക്ക് മുൻപിലെ ഞാൻ ഈ നല്ല ദിവസം ഒരുപാട് ആദരവോടുകൂടെ സ്മരണാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലെ നമ്മുടെ ഈ കൂടിവരവ് കണ്ട് ആനന്ദിക്കുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മുടെ സമുദായം ഈ നാടിന്റെ വളർച്ചയ്ക്ക് ചെയ്തിട്ടുള്ള സ്തുത്യർഹമായിട്ടുള്ള ശുശ്രൂഷകള് നമ്മള് ഓർമ്മിക്കുന്നത് വെറുതെ പൊക്കത്തരം പറയാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ സമൂഹം ഈ നാടിന്റെ വളർച്ചയില് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ശുശ്രൂഷയാണ് വിദ്യാഭ്യാസ മേഖല. ആരൊക്കെ തമസ്കരിക്കാൻ പരിശ്രമിച്ചാലും പീഠത്തിൽ വെച്ച വിളക്ക് പോലെ നമ്മുടെ സമുദായം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നടത്തിയിട്ടുള്ള ശുശ്രൂഷകളുടെ വിളക്കാണ് പള്ളിക്കൂടം എന്ന വാക്കുപോലും. ചാവറയച്ചൻ നമ്മുടെ സമൂഹാംഗങ്ങൾക്ക് നൽകിയ വലിയൊരു തീട്ടൂലത്തിൽ പറഞ്ഞു, പള്ളിക്ക് പള്ളിക്കൂടമില്ലെങ്കിൽ ആ പള്ളിയിലെ കത്തനാരെ ശിക്ഷിക്കണം. പള്ളിക്കൊരു പള്ളിക്കൂടം. അങ്ങനെയാണ് കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിലെ വിദ്യാഭ്യാസത്തിന്റെ വിളക്ക് തെളിക്കപ്പെട്ടത്. ഗവൺമെന്റ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഗവൺമെന്റിന് ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യാൻ ഈ സമുദായം മുന്നോട്ട് വന്നതിന്റെ ഓർമ്മയുടെ തിരിശേഷിപ്പാണ് പള്ളിക്കൂടം. ഈ പള്ളിക്കൂടം നമ്മള് ആരൊക്കെ എടുത്ത് മാറ്റാൻ പരിശ്രമിച്ചാലും അത് മാറ്റാൻ പറ്റുകയില്ല. ഇന്ന് സാക്ഷരതയിലെ ഭാരതത്തിലെ ഏറ്റവും സമുന്നതമായ സ്ഥാനം വഹിക്കുന്ന കേരളം, ഞാൻ ഗവൺമെന്റിന്റെ എല്ലാ പരിശ്രമങ്ങളെയും ഏറെ ആദരവോടുകൂടെ ഓർത്തുകൊണ്ട് പറയുന്നു, ഈ സമുദായം നൽകിയ വഴി തെളിക്കാനും വഴിവെട്ടാനും നടത്തിയ വലിയ പരിശ്രമത്തിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിലെ വിദ്യാഭ്യാസം, അറിവ് സാമാന്യവൽക്കരിക്കപ്പെട്ടത്. ഇന്ന് അറിവ് ഒരാളുടെ അവകാശമാണ്. അറിവില്ലാതെ ജീവിക്കാൻ പറ്റുകയില്ലെന്ന് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിയ ഒരു സമുദായമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പിടിയേരി പിരിക്കുക എന്നൊരു പാരമ്പര്യം നമുക്കുണ്ട്. പള്ളികൾ നടത്തുന്ന പള്ളിക്കൂടങ്ങള് നടത്തിക്കൊണ്ടുപോകാനായിട്ട് ഗവൺമെന്റിന്റെ സബ്സിഡി ഇല്ലാത്തൊരു കാലഘട്ടത്തില് നമ്മുടെ പൂർവ്വപിതാക്കന്മാര്, പ്രത്യേകിച്ച് ചാവറയച്ചന്റെ ഒക്കെ നേതൃത്വത്തില് വികാരിച്ചന്മാർക്ക് എഴുതിയ ഒരു കൽപ്പനയാണ്, നിങ്ങൾ പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ പറയണം,
ഉച്ചഭക്ഷണത്തിന് അരിയിടുമ്പോൾ ആ അരിയിൽ നിന്ന് ഒരു പിടി അരി മാറ്റിയിടണം. ആ മാറ്റിയിട്ട അരി പള്ളിക്കുള്ള വിഹിതമാണ്. അതാണ് പിടിയരി. ആ പിടിയരിയിൽ നിന്നാണ് പിന്നീട് പള്ളികളിലെ നടത്തുന്ന പള്ളിക്കൂടങ്ങളിലെ ഉച്ചഭക്ഷണം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായത്. ജാതി അനുസരിച്ച് കുട്ടികൾ വസ്ത്രമിട്ട് വരുന്ന ഒരു പാരമ്പര്യമായിരുന്നു നമ്മുടേത്. ഷർട്ട് ഇടാൻ പാടില്ലാത്ത സമുദായങ്ങളുണ്ട്. മുണ്ടും ഷർട്ടും ഉടുക്കാൻ അവകാശമുള്ള സമുദായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ നടത്തിയ ഒരു പരിഷ്കാരമാണ് സ്കൂളുകളിലെ യൂണിഫോം. ഇന്ന് പത്രാസിന്റെ ഒരു അടയാളമായിട്ടാണ് യൂണിഫോം. പക്ഷെ യൂണിഫോം ആദ്യമായിട്ട് സഭ നടപ്പാക്കിയത് ജാതി വ്യവസ്ഥകള് പള്ളിക്കൂടങ്ങളിൽ പാടില്ലെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സ്ത്രീകള് സമുന്നത നിലയിലെത്തിയിട്ടുണ്ട്. എന്നാലേ സ്ത്രീകൾക്ക് ഒരു കാലത്ത് അടുക്കളയ്ക്ക് പുറത്തു വരാനായിട്ട് അവകാശമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് തുല്യമായ അവകാശം വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകണമെന്ന് ഗവൺമെന്റ് അല്ല പറഞ്ഞത്, സഭയാണ് പറഞ്ഞത്. സ്ത്രീകളെ പൊതു ധാരയിലേക്ക് കൊണ്ടുവരാൻ സഭ നടത്തിയ വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ് അത്. സ്കൂളുകളിലെ യൂണിഫോമിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇന്ന് സ്കൂളുകളിലെ യൂണിഫോം ഒരു പത്രാസിന്റെ അടയാളമാണെങ്കിൽ നിലനിന്നിരുന്ന ജാതി തിരിച്ചുള്ള വ്യത്യസ്ത വസ്ത്രധാരണ രീതികള് പൊതുസാമാന്യത്തിന്റെ മുൻപിലെ തുല്യതയുടെ സാമാന്യവൽക്കരണം നടത്താൻ സഭ നടത്തിയ ഒരു പരിശ്രമത്തിന്റെ ഫലമാണ് യൂണിഫോം നീലയും വെള്ളയും. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ യൂണിഫോം അവതരിപ്പിച്ചത്. സാമൂഹ്യ മേഖലയിലെ നമ്മുടെ സമുദായത്തിന്റെ സംഭാവനകള് എത്രയോ നിസ്തുലമാണെന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇന്ന് നഴ്സുമാരുടെ ശമ്പള വർധനവിനെ കുറിച്ച് ഒരുപാട് തർക്ക വിതർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുന്ന പണിക്ക് പോകുന്നത് സമൂഹത്തിൽ ഒരു കുറവായി കണ്ട ഒരു കാലാവസ്ഥയിലെ ആരോഗ്യ മേഖലയിലെ സ്ത്രീകളുടെ ശുശ്രൂഷ അത്യന്താപേക്ഷിതമാണെന്ന് സഭ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുകയും സിസ്റ്റർമാരെ ആ മേഖലയിലേക്ക് ഇറക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ നഴ്സിംഗ് പഠനത്തിലൂടെ ആരോഗ്യ മേഖലയിലേക്ക് ശാക്തീകരിക്കുകയും ചെയ്ത ഒരു സമുദായമാണ്. ഇന്ന് നഴ്സിംഗ് പണമുണ്ടാക്കുന്ന വലിയൊരു പ്രൊഫഷനാണ്. പക്ഷെ ഈ പ്രൊഫഷനിലേക്ക് ആരും വരാത്തൊരു കാലത്ത് ഈ പ്രൊഫഷനെ ഉയർത്തിപ്പിടിക്കാൻ സഭ എടുത്ത നീ നിന്റെ സഹോദരനെ സഹായിക്കുന്ന നല്ല സമറായക്കാരന്റെ ദൗത്യം. ആദ്യം നമ്മുടെ ആസ്പത്രികളിലൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, തൃശൂർ ഗവൺമെന്റ് ആസ്പത്രിയിൽ പോലും കന്യാസ്ത്രീകളാണ് നഴ്സുമാരായിട്ട് ജോലി ചെയ്തിരുന്നത്. നഴ്സാകാൻ പോകുക എന്ന് പറഞ്ഞാൽ ഒരു കുറവായിരുന്നു. എന്നാൽ ഈ നഴ്സ് ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. അത് ദൈവം നമ്മെ ഏൽപ്പിച്ച ദൗത്യത്തിലെ നല്ല സമറായക്കാരന്റെ റോളാണെന്ന് സഭ പറഞ്ഞു പഠിപ്പിച്ചു. പിന്നെ നഴ്സുമാർക്ക് പുറത്തു കടക്കാനുള്ള സാധ്യതകൾ വന്നപ്പോഴൊക്കെ ധാരാളം പേര് പുറത്തു കടന്നു. മൈഗ്രേഷൻ ഫ്രം ഇൻസൈഡ് കേരള അത് ഔട്ട്സൈഡ് കേരളയിലേക്ക് എത്തിക്കുന്നതിലെ സഭയിലെ ശുശ്രൂഷ വളരെ വലുതാണ്. ഇന്ന് നമ്മൾ ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലിക്കുള്ള ഒരു സാധ്യത കണ്ടെത്തുന്നതിൽ സഭ എടുത്ത നിലപാടുകള് വളരെ നിർണായകമാണ്.
ഞാൻ തൃശ്ശൂരിൽ നിന്ന് വന്നതുകൊണ്ട് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ ആസ്പത്രി അവിടുത്തെ ഗവൺമെന്റ് ആസ്പത്രി അല്ല, ജൂബിലി മിഷൻ ഹോസ്പിറ്റലാണ്. ജൂബിലി മിഷൻ ഹോസ്പിറ്റലില് 1500ഓളം ബെഡുണ്ട്. 20 കൊല്ലത്തെ പാരമ്പര്യം. 5 ബെഡിൽ നിന്ന് തുടങ്ങിയതാ. ഇന്നതൊരു മെഡിക്കൽ കോളേജാണ്. കോട്ടയം രൂപതയുടെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇത്ര മനോഹരമായിട്ടുള്ള ശുശ്രൂഷയാണ് നടത്തുന്നത്. ഈ നഴ്സിംഗ് പ്രൊഫഷൻ ആരും ഏറ്റെടുക്കാത്ത കാലത്ത് നഴ്സിംഗിലേക്ക് കുട്ടികളെ പ്രചോദിപ്പിച്ച് ആ പരിശീലനം കൊടുത്ത് അവരെ വളർത്തിയത്. ഇന്ന് നഴ്സസിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ചില പ്രത്യേക ആളുകളെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ആ ആളുകളെ കുറിച്ചൊന്നും ഞാനിവിടെ പറയാനോ പ്രതിപാദിക്കാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിനൊരു പിന്നാമ്പുറമുണ്ട്. ഒരാളും നഴ്സാകാൻ വരാതിരുന്ന ഒരു കാലഘട്ടത്തില് നഴ്സിംഗ് ജോലി സഹോദരന്റെ മുറിവുകൾ വെച്ച് കെട്ടാനുള്ള നല്ല സമറായക്കാരുടെ ശുശ്രൂഷയുടെ ഭാഗമാണ്. അത് ക്രൈസ്തവ ദൈവവിളിയുടെ ഒരു അടയാളമാണ് എന്ന് പഠിപ്പിച്ച നമ്മുടെ കാരണവന്മാരുടെ വലിയ ശുശ്രൂഷകള് നമുക്ക് മറക്കാൻ കഴിയുകയില്ല. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന കാർഷിക മേഖലയിലെ വളർച്ചയാണ്. ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ സത്യത്തിലെ ഗവൺമെന്റാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഗവൺമെന്റിനെ നമ്മൾ ഒരുപാട് നന്ദിയോടുകൂടെ ഓർമ്മിക്കണം. പക്ഷെ കണ്ണൂരിലേക്കും കാസർഗോഡിലേക്കും ജനസാമാന്യങ്ങള് കാർഷിക വൃത്തിക്ക് വേണ്ടി കുടിയേറിയ ഒരു പാരമ്പര്യമുണ്ട്. ആ കുടിയേറ്റ ജനതയാണ് കണ്ണൂരിനെയും കാസർഗോഡിനെയും ഇന്ന് കാണുന്ന കണ്ണൂരും കാസർഗോഡുമാക്കി മാറ്റിയത്. നമ്മുടെ ജനം നട്ടെല്ല് നുറുങ്ങി പണിയെടുത്തതാണ്. നമ്മുടെ ജനം അധ്വാനത്തിന് വേണ്ടി ഭൂമി തേടി ഇറങ്ങി വെട്ടിപ്പിടിച്ചതോ കട്ടെടുത്തതോ ഒന്നുമല്ല. വെറുതെ കിടക്കുന്ന തരിശായി കിടക്കുന്ന ഭൂമിയില് വിളയിറക്കിയാല് വിള കൊയ്യാൻ പറ്റും. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ മരച്ചീനി, കപ്പ, നെൽകൃഷി ഇതൊക്കെ നമ്മുടെ സമുദായത്തിൽ നിന്ന് ജനങ്ങള് കൊടുത്ത സംഭാവനയാണ്. നിങ്ങൾക്കറിയാം, ആലപ്പുഴ ജില്ലയിലെ മുരിക്കന്റെ കായലോലങ്ങള് ഞാനിങ്ങനെ എൻസൈക്ലോപീഡിയയിൽ നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് സത്യം പറഞ്ഞാല് ഗവൺമെന്റ് ഒന്നും ഒരു ആദരവ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും വെള്ളമിറങ്ങിയാല് ആ പ്രദേശത്ത് നെൽകൃഷി ഇറക്കാമെന്ന ഒരു നൂതന ശാസ്ത്രം കണ്ടുപിടിച്ച ജോസഫ് മുരിക്കനെ എൻസൈക്ലോപീഡിയ വിളിക്കുന്നത് കായൽ രാജ എന്നാണ്. നെൽകൃഷിയുടെ വളർച്ചയില് നിർണായകമായ ഒരു പങ്ക് വഹിച്ച മനുഷ്യനാണ്. ഇന്ന് നെൽകൃഷിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിച്ച് വളരുന്ന ഈ നെൽകൃഷി ഇവിടെ സാമാന്യവൽക്കരിക്കുന്നതില് നമ്മുടെ സമുദായം ചെയ്തിട്ടുള്ള ശുശ്രൂഷകള് വളരെ വലുതാണ്. 928 മീനിച്ചിൽ താലൂക്കിൽ നിന്ന് മനുഷ്യരെ മണ്ണ് തേടി മലബാറിലേക്ക് കയറിയ കുടിയേറ്റമാണ് മലബാർ കുടിയേറ്റം. ഇന്ന് നിങ്ങളൊക്കെ മീനിച്ചിക്കാരുടെ മക്കളാണ്. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് മീനിച്ചിലെ ബ്ലഡ് ഗ്രൂപ്പാണ്. അവിടെ നിന്നാണ് ഇന്ന് 5 രൂപതകൾ ഉണ്ടായത്. തലശ്ശേരി ഉണ്ടായി, താമരശ്ശേരി ഉണ്ടായി, ഭദ്രാവതി ഉണ്ടായി. അങ്ങനെ നമ്മുടെ വ്യത്യസ്ത രൂപതകള് വളർന്നു വലുതാകുന്നതില് നമ്മൾ നടത്തിയിട്ടുള്ള വലിയ പോരാട്ടങ്ങള് ഞാൻ ഇന്നത്തെ ദിവസത്തില് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. റബ്ബർ, കാപ്പി, തേയില, നെല്ല്, ഈ വക കൃഷികളൊക്കെ ഈ നാടിന്റെ വളർച്ചയില് വളരെയേറെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഞാനിത് പറയുമ്പോൾ കർഷകൻ ചെയ്ത സംഭാവനകളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല.
കർഷക തൊഴിലാളിക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. പക്ഷെ നട്ടല് മുറിഞ്ഞ് പണിയെടുത്ത കർഷകന് ഇതുവരെ പെൻഷൻ കൊടുക്കാൻ തീരുമാനമായിട്ടില്ല. നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയ കർഷകന് നീ സമൂഹത്തിന് ചെയ്തൊരു നന്മയ്ക്ക് നിനക്കൊരു പെൻഷൻ ഇരിക്കട്ടെ എന്ന് പറയാൻ ഇവിടെ ആരുമില്ല. ഞാൻ പറയും, കർഷകർക്ക്, പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന, പ്രായാധിക്യം അനുഭവിക്കുന്ന കർഷകർക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, അതുപോലെ കാർഷിക പെൻഷൻ കർഷക തൊഴിലാളികൾക്ക് കൊടുക്കുന്നത് പോലെ കർഷകർക്ക് കൊടുക്കാൻ ഇവിടെ സംസാരിക്കാൻ ആരുമില്ലാതെ പോകുന്നത് സങ്കടകരമാണ്. കർഷകന്റെ കണ്ണുനീര് ഈ സമൂഹത്തിലെ കേൾക്കപ്പെടണം. അവനെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ ഉണ്ടാകണം. ഇന്ന് മനുഷ്യനെ കൊന്ന പ്രശ്നമില്ല, പക്ഷെ കൃഷി നശിപ്പിക്കുന്ന ആ കാട്ടിനെ കൊന്നാൽ അവൻ ജയിലിൽ പോകണം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെ എതിർക്കുകയല്ല, വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം. വന്യമൃഗങ്ങൾ അനധികൃതമായിട്ട് ആരും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്യരുത്. പക്ഷെ വന്യമൃഗങ്ങള് കൃഷിവിളകൾക്ക് വരുത്തുന്ന വലിയ നാശത്തെ കുറിച്ച് ആരും സംസാരിക്കാതെ ഒരു കർഷകന്റെ കണ്ണുനീര് പൂവണിയുമ്പോൾ ആ കർഷക ഭൂമിയിലെ കാട്ടുപന്നി കയറി നശിപ്പിക്കുന്നൊക്കെ ചെയ്യുമ്പോൾ, കാട്ടാന കയറി നശിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയൊന്നും ഒരു പരിഹാരത്തിന്റെ മാർഗങ്ങൾ കണ്ടെത്താൻ വരുന്നില്ല. കർഷകർക്ക് ആരോഗ്യ പരിരക്ഷണവും അവന്റെ ഭൂമിക്ക് സംരക്ഷണവും അവിടെ മക്കൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യങ്ങളും കർഷകരുടെ മക്കൾക്ക് ജോലി സംവരണം ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നേരിയ തോതിൽ ശോഷിക്കുന്ന സമുദായം ക്രൈസ്തവരാണ്. നമ്മുടെ കൂടെ കുറ്റം കൊണ്ടായിരിക്കാം. ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെ കൊച്ച. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ ഒരിടത്തും ജനസംഖ്യ വർദ്ധിക്കുന്നില്ല. നമ്മൾ ആദ്യം പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 നമ്മൾ 3 പിന്നെ പറഞ്ഞു നമ്മൾ 2 നമ്മൾ 2 ഇപ്പൊ പറഞ്ഞു നമ്മൾ 1 നമുക്ക് നമ്മുടെ സമുദായം. ഞാനിത് നിഷ്പക്ഷമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഇന്ന് നിങ്ങൾ സെൻസസ് റിപ്പോർട്ട് വായിക്കുകയാണെങ്കിൽ വർദ്ധിക്കാത്ത ഒരു സമുദായമായിട്ട്, ആൾബലം വർദ്ധിക്കാത്ത ഒരു സമുദായമായിട്ട് നമ്മൾ മാറുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ മൂല്യങ്ങള്, നമ്മള് പണ്ട് രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തില് നമ്മുടെ സമുദായം ഇടപെട്ടു. ഞാനതെ കുറിച്ചൊന്നും പറയുന്നില്ല. അത് പലതരം സ്വാധീനങ്ങളിൽപ്പെട്ട് പൊട്ടി 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 അതിപ്പോ എവിടെയാണ് തപ്പി നോക്കിയാൽ കിട്ടാത്തതുപോലെ ആയിക്കഴിഞ്ഞു. നമുക്കിത് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഗവൺമെന്റ് സർവീസുകളിലെ നമ്മുടെ ആളുകളുടെ നമ്പർ നമുക്ക് സംവരണമില്ല, നമുക്ക് സ്വാധീനിക്കാൻ ആളില്ല. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനുള്ള മാർഗങ്ങളില്ല. പ്രത്യേകിച്ച് IAS, IPS, IFS തുടങ്ങിയ ഉന്നത ഉദ്യോഗ തലങ്ങളിലെ നമ്മുടെ സമുദായത്തിന്റെ സാന്നിധ്യം തുലോം തുച്ഛമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സമുദായ ശാക്തീകരണ വർഷമെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സമുദായത്തിന്റെ സംഖ്യാബലത്തിന്റെ വർധനവ് മാത്രമല്ല, സമുദായത്തിന്റെ എല്ലാവിധ ആവശ്യങ്ങളിലും സമുദായത്തിലെ അംഗങ്ങൾക്ക് സമൂഹത്തിലെ അർഹിക്കുന്ന പരിഗണന ലഭിക്കുന്ന വിധത്തില് നമ്മുടെ സമുദായത്തിന്റെ കെട്ടുറപ്പ്
നമ്മുടെ സമുദായത്തിന്റെ ഒന്നിച്ചുള്ള നിലനിൽപ്പ് അതിന് കാരണമാകണം. തലശ്ശേരിയിലെ ഈ കുടിയേറ്റ മണ്ണിലെ കത്തോലിക്ക കോൺഗ്രസിന്റെ സമ്മേളനം നടത്തുമ്പോൾ അത് ഒരു പുതുയുഗത്തിന്റെ ജനനത്തിന്റെ പ്രസവ വേദനയായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവിടെ നിന്നൊരു പുതിയ തലമുറ, ഒരു പുതിയ കാലാവസ്ഥ, ഒരു പുതിയ ചരിത്രം ഒന്നിച്ചു കുറിക്കാൻ നമുക്ക് മുന്നോട്ട് വരാം. ഇത്രയും ഭംഗിയായിട്ട് ഈ സമ്മേളനം സംഘടിപ്പിച്ച പിതാക്കന്മാരെയും നിങ്ങളെല്ലാവരെയും ഒരുപാട് ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് സർവഭാവുകങ്ങളും നേരുന്നു. നിങ്ങളുടെ കൂടെ ഏത് ദൂരവും നിങ്ങൾക്ക് മുമ്പിൽ കൊടി പിടിക്കാൻ ഞാനുണ്ടെന്ന് വാക്കു പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.